Good afternoon, everybody. Buon pomeriggio a tutti. A warm welcome to all. I'm Joya. Benvenuti tutti, io sono Aaron. With great joy and enthusiasm, Con grande gioia e con entusiasmo, let us begin to celebrate the great event of the year, Fides Fest 2024. കുട്ടികളെ വിശ്വാസത്തിൽ വളർത്താൻ വിദേശത്ത് വന്നെങ്കിലും പൈതൃകം നഷ്ടപ്പെടാതെ സീറോ മലബാർ സഭയുടെ തനതായ വിശ്വാസ പൈതൃകത്തിൽ വളർന്നു വരുവാൻ കുട്ടികൾക്ക് ഞങ്ങൾ നൽകുന്ന മതബോധനം ഏറെ പ്രയോജനപ്പെടുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ വളരെ അർപ്പണബോധത്തോടുകൂടെ മതബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന മതാധ്യാപകരെയും കുട്ടികളെ വിശ്വാസ പരിശീലനത്തിന് വേണ്ടി അയക്കുന്ന മാതാപിതാക്കളെയും താല്പര്യത്തോടുകൂടെ വരുന്ന കുട്ടികളെയും ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Camminare con Gesù e vivere con Gesù. Diciamolo tutti insieme. എല്ലാവരും ഒരുമിച്ച് Camminare con Gesù e vivere con Gesù. സത്യത്തിൻ്റെ മാർഗത്തിലേക്കും അജ്ഞതയുടെ അന്ധകാരത്തിൽ നിന്ന് അറിവിൻ്റെ പ്രകാശത്തിലേക്കും മരണഭയത്തിൽ നിന്ന് അമരത്വത്തിലേക്കും ലോകത്തെ പരിവർത്തനപ്പെടുത്തി ഇവിടം ശാന്തമാക്കിയാലും ലോകത്തിൽ ശാന്തി നിലനിൽക്കും. എല്ലാം ശാന്തമാകട്ടെ. ബസിലിക്കയുടെ റക്ടറും വികാരിയച്ഛനുമായ റവറൻഡ് ഡോക്ടർ ബാബു പാണാട്ടുപറമ്പിൽ, അസിസ്റ്റന്റ് വികാർ ഫാദർ സെബാസ്റ്റ്യൻ എത്തിയപ്പാറ ആൻഡ് ഫാദർ ജിൻഡോ പടയാട്ടി, കാറ്റഗിസം ഹെഡ് മാസ്റ്റർ മിസ്റ്റർ ജോൺസൺ, സെക്രട്ടറി ബിന്ദു ജോജോ, ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ വികാർ ജനറൽ Reverend Dr. Sister Elsie Xavier, superiors of the convents, sisters, and my dear friends and dear children. എനിക്ക് ഒത്തിരി സന്തോഷവും അഭിമാനവുമുണ്ട് ഈ നിമിഷം ഇവിടെ ആയിരിക്കുമ്പോൾ. പാസ്റ്ററൽ സെൻറ്റർ വികാരി ബഹുമാനപ്പെട്ട ബാബു പാണാട്ടുപറമ്പിൽ അച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി അർപ്പിച്ചു. തുടർന്ന്
ചെറിയൊരു റിഫ്രഷ്മെൻറ്റിന് ശേഷം ആഘോഷത്തിന് തുടക്കം കുറിച്ചു. ഫീദസ് ഫെസ്റ്റ് 2024 ഈ ആഘോഷത്തിന് മുഖ്യ അതിഥിയായി ഹോളി ഫാമിലി സന്യാസിനി സഭാസമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ ബഹുമാനപ്പെട്ട സിസ്റ്റർ ആനി കുര്യാക്കോസ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട വികാരി ബാബു പാണാട്ടുപറമ്പിലച്ചൻ അധ്യക്ഷപദം അലങ്കരിച്ചു. അസിസ്റ്റൻ്റ് വികാരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ടിയപ്പാറ ആശംസകൾ നൽകി. മാതാപിതാക്കളെ പ്രതിനിധീകരിച്ച് ശ്രീമതി മിനി മാജോ ആശംസകൾ സമർപ്പിച്ചു. സെക്രട്ടറി ശ്രീമതി ബിന്ദു ജോജോ റിപ്പോർട്ട് വായിച്ച് സമർപ്പിച്ചു. വികാരി അച്ഛനും അസിസ്റ്റൻ്റ് വികാരി ഫാദർ ജിൻഡോ പടിയാട്ടിയും ചേർന്ന് കാറ്റഗിസത്തിന് ഫുൾ അറ്റൻഡൻസ് കിട്ടിയ കുട്ടികൾക്ക് സമ്മാനദാനം നൽകി. ശ്രീമതി ജെസ്സി ബെന്നി നന്ദി പ്രകാശനം. ഈശോയുടെ കൂടെ നടക്കുക, ഈശോയിൽ ജീവിക്കുക എന്ന മുദ്രാവാക്യത്തിൻ്റെ മാറ്റൊലിയിൽ ക്രിസ്തീയ ചൈതന്യം മാറ്റിപ്പിക്കുന്ന ഭക്തിഗാനത്തിന് ദൈവിക സാന്നിധ്യത്തിൻ്റെ മാസ്മരികാനുഭൂതി നുകരുന്ന പ്രാർത്ഥനാ നൃത്തം പ്രകാശിക്കുന്ന മഞ്ഞുകണങ്ങൾ പോലെ കുട്ടികൾ വേദിയിൽ മിന്നിത്തെളിച്ചു. കേരളത്തിലെ സീറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും പെട്ട മാതാപിതാക്കളുടെ മക്കൾ ഇവിടെ വേദപാഠം പഠിക്കുന്നുണ്ട്. റോമിലെ പ്രത്യേക സാഹചര്യത്തിൽ വേദപാഠ ക്ലാസുകൾ നടത്തുക എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം ഭാഷയുടെ പ്രശ്നങ്ങളാണ്. ചില കുട്ടികൾക്ക് മലയാളം മാത്രമേ അറിയൂ, ചില കുട്ടികൾക്ക് ഇറ്റാലിയൻ മാത്രമേ അറിയൂ, ചില കുട്ടികൾക്ക് ഇംഗ്ലീഷാണ് എഴുതാനും വായിക്കാനും എളുപ്പം എന്ന് പറയുന്ന മാതാപിതാക്കളുടെ മുൻപിൽ ഭാഷ ഏതായാലും കുഴപ്പമില്ല, മക്കളെ ദൈവസ്നേഹത്തിലും സഭാസ്നേഹത്തിലും വളർത്തുന്നതിന് ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വന്നിരിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരുണ്ട്. അവരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. 1 മണിക്കൂർ വേദപാഠത്തിനു വേണ്ടി 2-3 മണിക്കൂർ ബസ്സിലും ട്രെയിനിലും കയറി മക്കളെ കാറ്റഗിസം ക്ലാസ്സുകൾക്ക് കൊണ്ടുവരുന്ന മാതാപിതാക്കൾ അവരുടെ സഹനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. നമ്മളെ മുന്നിൽ നിന്ന് നയിക്കുന്ന ബഹുമാനപ്പെട്ട ബാബു അച്ഛനെയും മറ്റ് അച്ഛന്മാരെയും സിസ്റ്റേഴ്സിനെയും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം ഓർക്കുന്നു. മതബോധന വാർഷികം ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അത് വളരെ നന്നായിരുന്നു. എല്ലാവർക്കും ആകർഷകമായ രീതിയിലുള്ള ഭക്തിപരസരമായ പരിപാടികളായിരുന്നു ആസൂത്രണം ചെയ്തിരുന്നത്. അധ്യാപകരും കുട്ടികളും നല്ല സഹകരണത്തോടെ എല്ലാ പരിപാടികളിലും സംബന്ധിക്കുകയും അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയും ചെയ്തിരുന്നു. ഏറ്റവും നല്ല വിജയപ്രദമായി തീരുവാൻ കുട്ടികളുടെ ഭാഗത്തു നിന്നും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും നല്ല സഹകരണമായിരുന്നു. അത് മറ്റു കുട്ടികളെ എല്ലാവരെയും മതബോധനത്തിലേക്ക് വരുവാനുള്ളൊരു ആകർഷവും കൂടിയായിരുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് സഹകരിച്ചതിൻ്റെ ഫലമായി മധ്യാധ്യാപകരുടെ സ്കിറ്റ് പോലും മറ്റുള്ളവർക്ക് പ്രചോദനവും കുടുംബങ്ങളിലേക്ക് കൂടുതൽ പ്രാർത്ഥനയിലും ജപമാലയിലും വളരുവാനുള്ള വലിയൊരു അവസരവും കൂടിയായിരുന്നു. എല്ലാവരുടെയും സഹകരണവും വിജയത്തിന് കാരണമായി തീർന്നു. വികാരിയച്ഛൻ്റെയും മധ്യാധ്യാപകരുടെയും കുട്ടികളുടെയും ഇടവകയുടെയും മറ്റ് യൂണിറ്റ് ഭാരവാഹികളുടെയും എല്ലാവരുടെ സഹകരണം അന്ന് കാണുവാൻ സാധിച്ചു. വലിയൊരു കൂട്ടായ്മയുടെ മനോഭാവമാണ് അന്നേ ദിവസം അനുഭവിക്കാൻ സാധിച്ചത്. സഹകരിച്ച എല്ലാവരോടും നന്ദി പറയുന്നു. ഈ വർഷം നമ്മുടെ ഔദ്യോഗികമായിട്ട് നമ്മുടെ
കാറ്റഗിസം തീമായിട്ട് നമ്മുടെ പൊതു വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പെല്ലഗ്രിനി ദെല്ല സ്പെറാൻസ. അതായത് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും നമ്മുടെ ആന്നോ ജൂബിലയോടെ ഒരു മോട്ടോ ആയിട്ട് എടുത്തിരിക്കുന്ന തീമാണ് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്. അതായത് തീർത്ഥാടകർ, അതായത് പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന് പറയുന്ന ഒരു വിഷയം. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് എടുത്തിരിക്കുന്ന വിഷയം പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് ആണ്. അപ്പം എന്താണ് ജൂബിലി വർഷം എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ജൂബിലി വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 25 വർഷം കൂടുമ്പോഴും അല്ലെങ്കിൽ 50 വർഷം കൂടുമ്പം സഭ പ്രഖ്യാപിക്കുന്ന ഒരു അസാധാരണമായ വർഷമാണ് ജൂബിലി വർഷം എന്ന് പറയുന്നത്. ആശംസകൾക്കപ്പുറത്തേക്ക് അഭിനന്ദനമാക്കാണ് ഇപ്പോൾ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ മതബോധന ദിനമായിട്ട് ആചരിക്കുന്ന ദിവസം വളരെ മനോഹരമാക്കി തീർക്കാൻ വേണ്ടി ഇതിന് പിന്നിൽ ത്യാഗപൂർവ്വം അധ്വാനിച്ച ഇത് വിജയകരമാക്കി തീർക്കുവാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും സ്നേഹത്തോടു കൂടി അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾ, അവർക്ക് നേതൃത്വം നൽകിയ മതാധ്യാപകർ, അവർക്ക് കട്ട സപ്പോർട്ടുമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെല്ലാവരും. ആനുവൽ ഡേ ഈ വർഷത്തെ നമ്മുടെ ബത്തിസ്തീനി യൂണിറ്റിൽ വെച്ച് നടക്കുകയാണല്ലോ ഇന്ന്. നമ്മുടെ കൊച്ചുമക്കളെല്ലാം ഈ പരിപാടി വളരെയധികം നന്നായിട്ട് പരിശ്രമിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന് പിറകിൽ പ്രവർത്തിച്ച മതാധ്യാപകർ, വികാരിയച്ഛൻ, സഹവികാരിമാർ, എല്ലാവർക്കും, മാതാപിതാക്കന്മാർക്കും എല്ലാറ്റിനുപരി ഞങ്ങളുടെ ഒരുപാട് നന്ദിയുണ്ട്. ഏഞ്ചൽസ് ഗ്രൂപ്പിലെ കുട്ടികൾ മുതൽ വളരെ വലിയ ക്ലാസ് 12ാം ക്ലാസ്സിലുള്ള കുട്ടികൾ വരേക്കും വളരെ മനോഹരമായിട്ട് ഒരു നല്ലൊരു കലാദൃശ്യമാണ് ഒരുക്കിയിരിക്കുന്നത്. റോമിലെ ഈ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് അവരത് വളരെയധികം മനോഹരമാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചിലരൊക്കെ പഠിച്ച് തീവ്രവാദികളാകുന്നുണ്ട്. കർത്താവിൻ്റെ കൃപയാൽ നമ്മുടെ മക്കൾ തീവ്രവാദികളൊന്നും ആകുന്നില്ല. അതേസമയം തീക്ഷ്ണമതികളും നമുക്കില്ല. അതുതന്നെയാ പ്രശ്നം. നമ്മുടെ സഭയിലും സമൂഹത്തിലും എല്ലാം മന്ദോഷണന്മാരാണ്. അവരെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യം പറയുന്നുണ്ട്. അവരെൻ്റെ വായിൽ നിന്ന് ഞാൻ തുപ്പിക്കളയും എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും വളരെ ആത്മാർത്ഥതയോടും ചുറുചുറുക്കോടുകൂടി എല്ലാ ഐറ്റത്തിലും പങ്കെടുത്തു. വളരെ ഹൃദ്യമായിരുന്നു ഇന്നത്തെ പരിപാടികളെല്ലാം തന്നെ. പിന്നെ കുട്ടികളുടെ ഈ റോമിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ മാതാപിതാക്കൾക്ക് കുട്ടികളെ കൊണ്ടുവരാനും എല്ലാം കുറച്ച് പ്രയാസമാണ്. പക്ഷെ എല്ലാവരും തന്നെ വന്നു, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. കുട്ടികളുടെ പരിപാടികളായാലും എല്ലാം നല്ല മികച്ച നിലവാരമുള്ളതായിരുന്നു. അതൊക്കെയാണ്. പിന്നെ ടീച്ചേഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇതിലൊക്കെ കുട്ടികളെ പങ്കെടുപ്പിക്കാനും അവരെ വേദിയിലേക്ക് കൊണ്ടുവരാനും അതിനകത്ത് പ്രചോദനം ഉൾക്കൊണ്ട് വീണ്ടും വീണ്ടും അകലങ്ങളിൽ കുറച്ച് കുട്ടികളൊക്കെ ഇതിനകത്ത് എത്തിപ്പെടാത്ത പറ്റാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ട്, അകലെ താമസിക്കുന്നവർ, അവർക്കും കൂടി ഒരു പ്രചോദനമായി ആയിരുന്നു ഇന്നത്തെ പരിപാടികളെല്ലാം തന്നെ. എല്ലാവരും സജീവമായി പങ്കെടുത്തു. അതാണ് അതിന് ഒരു പ്രത്യേകതയുള്ളത്. പിന്നെ നമ്മുടെ വികാരിയച്ഛനായ ബാബുച്ചൻ, പിന്നെ ജിൻഡു അച്ഛൻ, സെബാസ്റ്റ്യൻ അച്ഛൻ എല്ലാവരും തന്നെ ഇതിന് വളരെ പ്രോത്സാഹനം തന്നുകൊണ്ടിരിക്കുന്നവരാണ്.
എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ എല്ലാം ഭംഗിയായിട്ട്. ഓക്കെ, താങ്ക് യു. Mother